ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു അൺബോക്സ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഇതിനെ അൺബോക്സ് ചെയ്യും കഴിഞ്ഞു. ഇത്രയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു ഷാംപൂ, പിന്നെ ഒരു ലിപ് ബാം, പിന്നെ ഇതൊരു ലിപ് ബാം തന്നെയാണ്, പിന്നെ ഇതാണ് സൺസ്ക്രീൻ. ഈ 3 പ്രൊഡക്ട്സിനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മുടെ സൺസ്ക്രീനെ കുറിച്ച് തന്നെ പറയാം. ഞാൻ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഫൈൻഡ് ചെയ്ത ഈ ഒരു ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിക്കണത്. ഞാൻ അതിന് മുമ്പ് വേറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ സ്കിൻ ടോൺ തന്നെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നില്ല. വൈറ്റ് കാസ്റ്റ് ആണെങ്കിലും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളെ സ്കിന്നിൽ ശരിക്കും ഇത് അബ്സോർബ് ആവുകയും ചെയ്യും. പിന്നെ ഇതിൽ തന്നെ ഉണ്ട് കൂളിംഗ് ആണെന്ന്. സത്യമാണത്, നല്ല കൂളിംഗ് ആണെന്ന് ഇടുമ്പോൾ. ഡോട്ട് ആൻഡ് കീയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ ഇത്രയും നല്ല സൺസ്ക്രീൻ ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇനി ഇതിൻ്റെ വേറൊരെണ്ണം ഉണ്ട്, സ്റ്റിക്ക്, ഒരു സൺസ്ക്രീൻ സ്റ്റിക്കായിട്ടുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്കത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനാണെങ്കിലും 50+ SPF ഉണ്ട്. പിന്നെ നന്നായിട്ട് അബ്സോർബ്, ഇതിൽ ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ്, പിന്നെ ബെറ്റർ വിറ്റാമിൻ ഡി അബ്സോർപ്ഷൻ, പിന്നെ ഇതിൽ ഓൾറെഡി അവർ എല്ലാ സൺസ്ക്രീനിലും അവർ മെൻഷൻ ചെയ്യാറുണ്ട് നോ വൈറ്റ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതും പറഞ്ഞതിനോട് യോജിക്കുന്നതും ഇതിനോട് തന്നെയാണ്. എനിക്കിതിന് വൈറ്റ് കാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. കറക്റ്റ് നമ്മളെ സ്കിന്നിൽ ശരിക്കും അബ്സോർബ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് 50 grams ആണ്, 445 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്ര വലിയ റേറ്റ് അല്ല. മിനിമം നമുക്ക് ഇത്രയെങ്കിലും റേറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നല്ലൊരു സൺസ്ക്രീൻ പിന്നെ വേറെ കിട്ടിയെന്ന് വരില്ല. ഇത് 50 grams ആണ്. ഇപ്പോൾ അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80 grams കൂടി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇത്രയും വന്ന ചെറിയൊരു ബോട്ടിലായിട്ടാണ് നമുക്ക് വരാം. ഇതിൻ്റെ കവർ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സിലായിട്ടാണ് ഇത് കിട്ടുക. അത്രയേ ഉള്ളൂ. ബാക്കി സൺസ്ക്രീൻസൊക്കെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു റിവ്യൂസും കാര്യങ്ങളും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കാണെങ്കിലും ഇതിൻ്റെ ട്യൂബാണെങ്കിലും എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ട്യൂബിലായിട്ടാണ് നമുക്കിത് കിട്ടുക. ഞാൻ എൻ്റെ കയ്യിൽ തേച്ച് കാണിച്ചിടാം. ജസ്റ്റ് ഒരു ലൈൻ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. എനിക്കങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഇല്ല എന്നുള്ളത്. കറക്റ്റായിട്ട് നമ്മളുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആയി പോകും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ എന്താണെന്ന്. സ്മെല്ല് ഒരു സ്മെല്ലും ഇല്ല. ഫസ്റ്റ് ഡേ ഇട്ട ദിവസം തന്നെ ഞാൻ നോക്കി എന്താണ് ഒരു സ്മെല്ലില്ലാത്തത്. നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ സൺസ്ക്രീനോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മണം കിട്ടുമ്പോഴാണല്ലോ ഒരു ഉള്ളിലൊരു തൃപ്തി കിട്ടുക. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കൂടുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഞാൻ മര്യാദയ്ക്കൊന്നും വായിക്കാൻ നിലയിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിക്കാൻ നിന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഇതിൻ്റെ താഴെയിൽ ഓൾറെഡി അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, മണം ഒന്നുമില്ലെങ്കിൽ എന്താ, നമുക്ക് കറക്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ വെയിലത്താണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ടാൻ ആയിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായാലോ ഒക്കെ എനിക്ക് ടാനും തോന്നുന്നു. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ എന്താ പറയുക, ലിപ്സ്റ്റിക്കൊക്കെ മാതിരി ഇങ്ങനെ ഉദിച്ച് നിൽക്കും. അതുപോലെ ഇരുന്നുണ്ടായിരുന്നത്. നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഡാർക്ക് പോലെ ഇരിക്കും. നമ്മൾ രാവിലെ ഇട്ട് പോകുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ജാതി ഫെയ്ഡായിട്ടാണ് ഇരിക്കാറ് നമ്മുടെ ഫേസ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. നിങ്ങളാണെങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇപ്പം എനിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. എൻ്റെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വല്ല കുഴപ്പം പറ്റുമോ എന്നുള്ള ഒരു പേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പറയാൻ. നമുക്ക് അടുത്തന്നെ നോക്കാം. ലിപ് ബാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ അതാണ്. ലിപ് ബാമാണ് നമുക്ക് ജീവിതം എന്ന് പറയുന്ന പോലെ. ഇതുപോലൊരു ട്യൂബ് ആയിട്ടാണ് വരുന്നത്. ഇതും ഡോട്ട് ആൻഡ് കീൻ്റെ തന്നെയാണ്. 198 or 199 സംതിങ് എങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 200-ന് ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ യൂസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പം അതിൻ്റേതായ ഒരു ഇതൊക്കെ ഇനി കാണാം. ജസ്റ്റ് കയ്യിൽ കുറച്ച് കാണിച്ചു തരാം. ഒരു നല്ല ബ്ലഡ് കളർ റെഡാണ്. ബട്ട് അത് ലിപ്പിലിടുമ്പോൾ അങ്ങനത്തെ ഒന്നും തോന്നൂല. ഇനി അതിട്ട് കാണിച്ച് ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണ കാരണം എനിക്കറിയില്ല അത് എത്രത്തോളം വിസിബിൾ ആവുന്നു. പക്ഷെ എന്നാലും കുറച്ചെടുത്ത് കാണിച്ചു തരാം.
കുറച്ച് മതി, നന്നായി റെഡായിട്ട് ഇരിക്കും. ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ലിപ്സ് ആണെങ്കിൽ ഒരു ക്രാക്കഡായിട്ട് അങ്ങനെ ഒന്നും ഇരിക്കില്ല, നല്ല സ്മൂത്തായിട്ട്. വേണമെങ്കിൽ കയ്യിൽ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കളറാണ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വരാം നമ്മളെ ലിപ്സിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, കയ്യിൽ ബ്ലെൻഡ് ചെയ്ത ആ ഒരു ഷെയ്ഡ് ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും. ചില ആംഗിളിൽ നോക്കുമ്പോൾ ചുണ്ടത്ത് ഇങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് തോന്നുക. നമുക്കിത് കറക്റ്റായിട്ട് തിന്നാൻ വരെ തോന്നും, അത്രയും അടിപൊളി സ്മെല്ലാണ്. ഇങ്ങനെ നമ്മൾ മണത്തുകൊണ്ടിരിക്കും. അതിനൊക്കെ കുറിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഇതൊരു ഡെർമാക്കോയുടെ ഡാർക്കനായിട്ടുള്ള ലിപ്സിനെ ലൈറ്റൻ ചെയ്തെടുക്കാനുള്ള ഒരു ലിപ് ബാമാണ്. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. പിന്നെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാറുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിലും കറക്റ്റ് റിസൾട്ട് അങ്ങനെ വിസിബിൾ ആവുമെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നിടവിട്ട് അല്ലെങ്കിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഈ ഒരു ലിപ് ബാമിനെ കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന ലിപ് ബാം എടുത്ത് നമ്മൾ ഇടാന്ന് പറഞ്ഞ പോലെയാണ് ഞാനിത് ഇടാറുള്ളത്. SPF 30 ഉണ്ട്, ഓക്കെയാണിത്. എന്തായാലും ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ പറയാം. ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിരിക്കണത് ഈ 2 പേരും. ഇതൊന്ന് ഒരു ലിപ് ക്രയോണാണ്, പിന്നൊന്ന് ഷാമ്പു. നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു ഷാമ്പു ആണ്. നമ്മളാണെങ്കിലും 2 പ്രൊഡക്ട്സ് ഡോട്ട് ആൻഡ് കീയുടെ വാങ്ങിച്ചുകൊണ്ടാന്ന് തോന്നുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ തന്നെ അവർ നമുക്ക് ഒരു ട്രയൽ പ്രോഡക്റ്റും കൂടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു റിവ്യൂ ഞാൻ പറയാം. ഇതിൻ്റെ വന്നേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങ ആൻഡ് അർഗൻ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പു ആണ്. സൾഫേറ്റ് ഫ്രീ ആണ്. ഫോർ ഡൾ ആൻഡ് ബ്രിട്ടിൽ ആൻഡ് തിൻ ഇൻ ഹെയർ. അത് 20 ml മാത്രമാണ് ഉണ്ടാവുക. നമുക്കൊരു ട്രയൽ പ്രോഡക്റ്റ് ആയിട്ടാണല്ലോ അവർ തന്നേക്കണത്. എന്തായാലും ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാൻ പോകുന്നത് NYBയുടെ ഒരു മാറ്റ് ലിപ് ക്രയോണാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് മജസ്റ്റിക് മാവോ 41. അതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു കളറായിട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ഷെയ്ഡ്. എനിക്ക് നല്ല ഡാർക്കനായിട്ട് ഉദിച്ചങ്ങോട്ട് നിൽക്കണം എന്ന് വെച്ചാൽ വേറെ ചാത്താൻ കളർ അങ്ങനത്തെ നല്ല മീൻസ് കുറച്ചെങ്കിലും എടുത്ത് കാണണം. ഇതൊരുമാതിരി ചുണ്ടില്ലാത്ത അവസ്ഥ അങ്ങനത്തെ പറയുന്ന ഒരു കളറാണിത്. പിന്നെ നമുക്ക് കിട്ടിയതിനെ നമുക്ക് കളയാൻ അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ് ലൈനർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ബോർഡറായിട്ട് ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് നൈസായിട്ട് കൊടുക്കും. എന്നിട്ട് ലിപ് ലൈനർ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഷെയ്ഡിലെ രീതിയിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് നമുക്ക് എടുക്കാം. ഒന്ന് കുറച്ചും കൂടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. എനിക്കറിയില്ല ഞാനിത് എന്തുകൊണ്ട് ഞാൻ ഷാർപ്പൻ ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ചും കൂടി ഈ ഒരു തടി രീതിയിലുള്ള എന്തെങ്കിലും ഷാർപ്പനർ വാങ്ങിച്ചിട്ട് വേണം യൂസ് ചെയ്യണമെങ്കിൽ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യണത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എൻ്റെ ആണെങ്കിൽ സൗണ്ടൊക്കെ കുറച്ച് ഈശാണ് ഞാൻ പറയണത്. പിന്നെ നോർമലി ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും എനിക്ക് വയ്യ രണ്ടാമത് മെനക്കെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒപ്പം തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച കാരണമാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം ഒടിവിളായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സോറി, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തിടാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.